السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിലേക്ക് ധാരാളമായി അടുക്കാനുള്ള മനസ്സ് അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മൾ ഇന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളും മാസങ്ങളും ലഭിക്കുമെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. അത്രയും മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അള്ളാഹുവിലേക്ക് വിട പറഞ്ഞു പോകേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമത്രേ, ഞാൻ നിനക്ക് തന്ന ആയുസ് കൊണ്ട് നീ എന്താണ് ചെയ്തത്? ദുനിയാവിൽ നിനക്ക് ഞാൻ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം തന്നു, ആയുസ് തന്നു, വയസ്സ് തന്നു. ആ വയസ്സിൽ നീ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും. നിനക്ക് ഞാൻ നല്ല ആരോഗ്യം തന്നു, ആ ആരോഗ്യം കൊണ്ട് നീ എന്താണ് ചെയ്തതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് സമ്പത്ത് തന്നു, ആ സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് നീ സമ്പത്ത് ചെലവഴിച്ചത്? ഇങ്ങനെ ഓരോ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ. നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മുഴുവനും അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തന്ന ആയുസ്സിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക, ഖുർആൻ ഓതുക, നോമ്പനുഷ്ഠിക്കുക, നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. വഇലാ ഹദറത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വമുർശിദിനാ വഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سائر الأنبياء والعلماء والشهداء والزهداء والصديقين. الفاتحة. أعوذ بالله
بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن شاء الله ഇനി നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരുടെയും ഉമ്മ ഉപ്പ ഖബറിലാണ്, അതുപോലെ തന്നെ ഭാര്യമാര് ഖബറിലുണ്ട്, ഭർത്താക്കന്മാര് ഖബറിലുണ്ട്, മക്കള് ഖബറിലുണ്ട്, ജ്യേഷ്ഠനിയന്മാര് ഖബറിലുണ്ട്. അങ്ങനെ നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വല്യപ്പന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ, ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ, കടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ, മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണെന്ന് ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചെല്ലുക. സുബ്ഹാന റബ്ബി വബിഹംദിഹി 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 സുബ്ഹാന ربي وبحمده سبحان 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 ربي وبحمده. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ചൊല്ലിയ തസ്ബീഹിന്റെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അല്ലാഹു ഐശ്വര്യം നൽകട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നൽകട്ടെ, റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു നമ്മളുടെ ജീവിതത്തിൽ തുറന്നു നൽകട്ടെ. പടച്ചവനെ, ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ അല്ലാ. കാമിലായ മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ഇതാണ് ആ ദിക്റിന്റെ അർത്ഥം. ചൊല്ലിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, 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 لا إله إلا الله والله أكبر، 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 لا إله إلا الله والله أكبر. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മൾക്ക് നല്ല ഒരു സ്ഥലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. പടച്ചവനെ, ഞങ്ങളെ പ്രയാസങ്ങൾ നീ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസിൽ ബുദ്ധിമുട്ടുകളൊക്കെ നീ അകറ്റിത്തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ദുആഉൽ ഖർബാണ് നമ്മൾ ചൊല്ലുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിക്ർ. ഈ ദുആഉൽ ഖർബ് പ്രയാസങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ ചൊല്ലാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചതാണ്. ചൊല്ലിക്കോളൂ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ ദുആഉൽ ഖർബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഇടങ്ങേറുകളും മുസീബത്തുകൾ നീ അകറ്റി തരണേ. ഞങ്ങളെ
ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ, കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ചൊല്ലാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. 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 അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളെ തവക്കുൽ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങൾ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട യാ അക്രമ ബൈത്ത് അല്പം ചൊല്ലാം. എല്ലാവരും എന്റെ കൂടെ ചൊല്ലുക. അല്ലാ 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ 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 യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇൻദഹു ലിൽ ഹാദിസിൽ ആമീമി അല്ലാ 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 അല്ലാ
الله الله وليليك رسول الله جاهك بي إذا الكريم تحلى باسم منتقم الله 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 فإن من جودك دنيا ولرتها ومن علومك علم اللوح والقلم الله 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 يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام الله 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 لعل رحمة ربنا يقسمها تأتي على حسب القسيان في القسم الله 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 يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا ما تعتده الأهوال ينهزمي الله 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 عليه توكلوا وأذل صحبي صلاة منك دائمتي على النبي بمنهل ومنسجمي الله 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 عليه توكلوا والآل وصحبه ثم التابعين لهم أهل التقى والنقى والحلم والكرم الله 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 عليه توكلوا ما رنهت عذبا تلباني ريه صباب وأطرب العيسى العيس بالنغم الله 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 عليه توكلوا ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم الله 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 عليه توكلوا عد سعيد زبير
زبير طلحة وأبي عبيدة وابن عوف عسير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الله 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 عليه توكلوا അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞോളീം. ഈ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ. യാക്രമ ബൈത്ത്, ബുർദ ബൈത്ത് എന്നൊക്കെ പറഞ്ഞ വലിയ മഹത്വമുള്ള ബൈത്താണ്. പല ആളുകൾക്കും അത് പറ്റൂല, പല ആളുകൾക്കും അത് കേൾക്കുമ്പോൾ ഒരു നിസാരമായിട്ട് ഓഫാക്കി പോവുക. സുബ്ഹാനല്ലാഹ്. ബദർ ബൈത്തും അതുപോലെ തന്നെ ബുർദ ബൈത്തും അതുപോലെ തന്നെ മാല ബൈത്തുകളൊക്കെ വലിയ ശ്രേഷ്ഠതകൾ ഉള്ളതാണ്. അല്ലാഹുവേ, നീ ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഗ്രഹങ്ങള്, ഞങ്ങളെ ഹാജത്തുകൾ, ഞങ്ങളെ മുറാദുകൾ നിറവേറ്റണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാൻ, അവിടുത്തെ സഹായത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾക്ക് ഹബീബായ തങ്ങളുടെ മേൽ സലാത്ത് പറയാം, സലാമു പറയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാമും സലാത്തും പറയാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥയോടെ പറയുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇമാമൽ മുത്തഖീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ المرسلين الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا سيد المتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا إمام المتقين. الله قبول ചെയ്യട്ടെ. നമ്മൾ ചൊല്ലിയ സ്വലാത്തും സലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അത് കാരണം മുത്തുനബിയുടെ മഹബ്ബത്ത് നമ്മൾക്ക് നൽകട്ടെ. മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ പാത പിൻപറ്റാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തഹ്ലീൽ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഇനി നമ്മൾക്ക് അല്പം സലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, മുത്തനബിയുടെ ബർക്കത്ത് നൽകട്ടെ. أستغفر الله العليم 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 أستغفر الله العليم. അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ, സജ്ജനങ്ങളിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമുക്ക് അല്പം ദുആ ചെയ്തിട്ട് മജ്‌ലിസ് അവസാനിപ്പിക്കാം. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ആമീൻ പറയുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല പല പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസം, ശാരീരികമായ പ്രയാസം, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട്, ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട്, ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ട്, വീടില്ലാത്ത പ്രശ്നം, ജോലിയില്ലാത്ത പ്രശ്നം, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ഇങ്ങനെ അനേകായിരം പ്രയാസങ്ങൾ പറഞ്ഞ് ഡെയിലി ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ, എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അർഹമുർ റഹീമീനായ കരുണക്കടലായ അല്ലാഹ്, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ലാഹ്. പഠിച്ച മക്കൾക്ക് പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, അനേകായിരം രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ്. ഞങ്ങളെ മജ്‌ലിസ് കാരണം കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ലാഹ്. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാഹ്. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. പരീക്ഷ എഴുതാൻ പോകുന്ന എന്ത് പരീക്ഷയാണെങ്കിലും
പടച്ചവനെ അവരുടെ പരീക്ഷയിലൊക്കെ ഉന്നത മാർക്ക് നൽകണേ അല്ലാ. ആ കുട്ടിയെ കൊണ്ട് കൺകുളിർമയേകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഖൽബ് റാഹത്തിലാക്കി തരണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാല ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കിക്കൊണ്ട് അല്ലാ. എല്ലാ ദുഃഖങ്ങളും നീ അകറ്റിക്കൊണ്ട് അല്ലാ. എല്ലാ മുറാദുകളും നീ ഹാജത്തുകളും നിറവേറ്റിക്കൊണ്ട് അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ മേഖലകളിലും നിന്റെ കാവലും നിന്റെ തിരുനോട്ടവും നൽകണേ അല്ലാ. ഭാര്യ മക്കൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ അയൽവാസികള്, കൂട്ടുകാര്, വല്ലുപ്പ വല്ലുമ്മമാരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ആരോഗ്യമില്ലാതെ മറ്റുള്ളവരെ കൊണ്ടുപോയി ഞങ്ങളെ കാറ്റിക്കണ്ട മൂത്രിക്കണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. കീറിമുറിക്കണ്ട രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ചെയ്ത അപരാധങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. പൊറുത്ത് മാഫാക്കണേ അല്ലാ. പൊറുത്ത് കാവലേകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് നീ ഉയർത്തിത്തരണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم إن شاء الله ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് നല്ലൊരു വിഷയമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങൾ എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കുകയും ആ പറയുന്ന വിഷയങ്ങൾ കേൾക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.